MBBS അബ്രോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലപ്പോഴും വാട്സപ്പിൽ വരാറുണ്ട്. അത്തരത്തിലുള്ളൊരു ചോദ്യമാണ് ഞാൻ ഇന്ന് എടുക്കുന്നത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ സാറിൻ്റെ വെബിനാറിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സാർ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് FMGൻ്റെ പാസിംഗ് റേഷ്യോ നോക്കണമെന്ന്. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള FMG പാസിംഗ് റേഷ്യോ മാത്രമാണോ നോക്കേണ്ടത്? അതെങ്ങനെയാണ്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എങ്ങനെയാണ്? FMGയുടെ റിസൾട്ട് നോക്കിയിട്ട് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഞാൻ എൻ്റെ വീഡിയോകളിലും അതുപോലെ വെബിനാറിലൊക്കെ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആ യൂണിവേഴ്സിറ്റിയുടെ പെർഫോമൻസ് FMG ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ്റെ റിസൾട്ട് നോക്കിയിട്ട് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എൻ്റെ അടുത്ത് പല പേരൻസ് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഒരു അനിയനാണെങ്കിൽ, നിങ്ങളുടെ ഒരു മകനാണെങ്കിൽ നിങ്ങൾ എന്താണ് കൺസിഡർ ചെയ്യുക എന്നുള്ളത്. അത് അവർക്ക് അത്ര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അവരൊരു തീരുമാനം എടുക്കുമ്പോൾ പലപ്പോഴും പല സംശയങ്ങളും വരുമ്പോൾ നിങ്ങളായിരുന്നെങ്കിൽ എങ്ങനെ എടുക്കുക എന്നുള്ള അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയോട് ചോദിക്കുന്നതാണ്. ആ ചോദ്യം ഞാൻ അർഹിക്കുന്ന ഗൗരവത്തോടെ റെസ്പെക്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ മറുപടി പറയാറുള്ളത്. ഏതെങ്കിലും ഒരു കാരണം എടുത്തുകൊണ്ടല്ല, ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് പോയിന്റുകളുണ്ട്. ഒരുപാട് കൺസിഡറിങ് ഫാക്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒരിക്കലും അത് FMG മാത്രം ആവണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേൾഡ് റാങ്കിങ് മാത്രം ആവണമെന്നില്ല, അല്ലെങ്കിൽ NMCയുടെ ഗൈഡ് ലൈൻസ് മാത്രം ആവണമെന്നില്ല. പക്ഷെ ഞാൻ കൺസിഡർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഒന്ന് FMG ആണ്. അതെന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാം. ഈ FMG റിസൾട്ട് എന്ന് പറയുന്നത് ആ രാജ്യത്ത് MBBS പാസ്സായി ശേഷം ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ ടെസ്റ്റ് എഴുതുന്നതാണ്. നമുക്കറിയാം, ഈ ഒരു വിദേശത്ത് MBBS പഠിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ടഫായിട്ടുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഈ FMG എക്സാം പാസ്സാവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം FMGയുടെ പാസിംഗ് റിസൾട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ്, കൺട്രി വൈസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് നോക്കിയിട്ട് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ വെബിനാറിൽ ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴും ചില ട്രാപ്പിൽ നമ്മൾ കുടുങ്ങാറുണ്ട്, ചില അശ്രദ്ധകൾ നമുക്ക് വരാറുണ്ട്. അതിനെക്കുറിച്ചാണ് ആ കുട്ടി സ്പെസിഫിക്കലി ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് വളരെ റിസർച്ച് ചെയ്ത് പോകുന്ന വിദ്യാർത്ഥികൾക്കും ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വർഷത്തെ FMG പാസിംഗ് മാത്രം നോക്കുന്നുണ്ടാവും. പലപ്പോഴും 1-2 കുട്ടികൾ എഴുതിയ യൂണിവേഴ്സിറ്റിയിൽ 2 കുട്ടികൾ പാസ്സായാലും 100% പാസിംഗ് റേഷ്യോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ തന്നെ മിസ്റ്റേക്ക് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലാസ്റ്റ് 5 ഇയറിൻ്റെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതിയ ഒരു ട്രാക്കും കൂടെ നോക്കണം. ഏതെങ്കിലും 2 കുട്ടികളോ 3 കുട്ടികളോ മാത്രം കൺസിഡർ ചെയ്തിട്ട് നമുക്കൊരു അനാലിസിസിലേക്ക് എത്താൻ കഴിയില്ല. മറിച്ച് ലാസ്റ്റ് 5 ഇയർ ട്രാക്ക് റെക്കോർഡ് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞു വെച്ച ഒരു പോയിൻ്റ്. FMG റിസൾട്ട് നോക്കണം, പ്ലസ് നിങ്ങൾ എന്ത് ചെയ്യണം, ലാസ്റ്റ് 5 ഇയർ നോക്കിക്കഴിഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയുടെ കൃത്യമായ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ നോക്കിയാലുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് FMG ഈസി ആയിട്ട് പാസ്സാവാനുള്ളൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഈ FMG നോക്കുക വഴി ഒരു ക്വാളിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടെത്താനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഈ FMGയുടെ പാസിംഗ് റേഷ്യോ മാത്രം നോക്കി പോകണമെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്റ്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ FMG എന്നുള്ളത്. ഇതിപ്പോൾ പലപ്പോഴും ചില യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ കുട്ടികളെ FMG എഴുതിയിട്ടുണ്ടാവുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ചില യൂണിവേഴ്സിറ്റികളിൽ ഒരു 3 വർഷം കഴിഞ്ഞാൽ ഒരു സ്ക്രീനിങ് ഉണ്ടായിരിക്കും, ഒരു എക്സ്പെൽ ആക്കുന്ന പരിപാടികളുണ്ടായിരിക്കും, ഇയർ ബാക്ക് ആവുന്ന പരിപാടികളുണ്ടായിരിക്കും. ഇത് തന്നെ ഒരു സ്ക്രീനിങ് ആണ്. 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വരുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്റ്റുഡിയസ് ആയിരിക്കും. പഠനത്തിൽ നിലവാരമില്ലാത്ത കുട്ടികൾ അപ്പം തന്നെ ഔട്ടായി പോയിട്ടുണ്ടാവും. പിന്നെ ആ കുട്ടികൾ എക്സാം എഴുതിയാൽ പാസ്സാവാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ കുറഞ്ഞ നമ്പർ കാണുമ്പോൾ നിങ്ങൾ അതും കൂടെ കൺസിഡർ ചെയ്യണം. ഈ FMG നോക്കുക എന്ന പോയിന്റിൽ മാത്രമല്ല, അതിൻ്റെ പർപ്പസ് മനസ്സിലാക്കാനാണ് ഞാനിത് കൃത്യമായിട്ട് വിശദീകരിക്കുന്നത്. FMG നോക്കുമ്പോൾ ഒരു 5 ഇയർ കൺസിസ്റ്റൻ്റായിട്ട് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. FMGയുമായി ബന്ധപ്പെട്ടിട്ട് അത് ഏത് രാജ്യം ആയിക്കോട്ടെ, ഏത് യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഗവൺമെൻറ് വെബ്സൈറ്റുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കാനും മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾ ഓരോരുത്തരും ഒരു യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഒരു രാജ്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു പ്രധാന ഒരു പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യണം. എങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനും കണ്ടുപിടിക്കാനും കഴിയും. വിദേശ മെഡിക്കൽ പഠനവുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം.